നമസ്കാരം. ഏവർക്കും പുതിയൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില പ്രധാന കാര്യങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. ചില സത്യങ്ങൾ ഈ സമയം നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആഗ്രഹിക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങൾക്കായി ആരോ പ്രാർത്ഥിക്കുന്ന, അതും സത്യസന്ധമായി ഹൃദയം നിറഞ്ഞുള്ള, നിങ്ങൾക്ക് നന്മ വരണം എന്നാഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന സംഭവിക്കുന്നു എന്നുള്ളതാണ്. ആരോ നിങ്ങൾക്ക് അനുകൂലമായി പ്രാർത്ഥിക്കുന്ന സാഹചര്യം. അത് നിങ്ങളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ പങ്കാളിയോ സഹോദരങ്ങളോ അത്തരത്തിൽ ആരെങ്കിലും ആകാം. അവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ പ്രാർത്ഥന അത് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും ചില തടസ്സങ്ങൾ ഇല്ലാതാകുന്നതിനും ഉത്തമമാണ്. തീർച്ചയായും ഈ സമയം പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂല സാഹചര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഈ സമയം പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം അത് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ സമയം നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യാതിരിക്കേണ്ടത് അനിവാര്യമാണ്. അതായത് മറ്റുള്ളവർക്ക് പ്രയാസമില്ലാതെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് പോലെ അത്തരത്തിൽ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. തീർച്ചയായും ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ ഫലങ്ങൾ ഇരട്ടിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യമുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേതായ ചിത്രം കൂവളയിലെയാണ്, രണ്ടാമത്തേതായ ചിത്രം തുളസിയിലെയാണ്. ഈ രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ പ്രത്യേകമായി ആകർഷിച്ച ചിത്രം ഏതാണോ ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണ്. ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്രകാരം ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങൾ ആ ശക്തിയോട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ സഹായങ്ങൾ ഉണ്ടാകണം എന്നും നിങ്ങൾക്ക് അനുകൂലമായി പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ അവരെ തീർച്ചയായും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം എന്നും ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ ആ ദേവതയോട് പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്ന് കരുതുന്നു. ഇനി കണ്ണുകൾ തുറന്ന് ഈ കാണുന്ന രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിലേക്കും മാറി മാറി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആകർഷകമായി തോന്നിയതോ അല്ലെങ്കിൽ നിങ്ങളെ ആകർഷിച്ച ചിത്രം ഏതാണോ ആ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അനുകൂലമായി പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. അപ്പോൾ ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇനി ഫലങ്ങളിലേക്ക് കടക്കാം. അതിനു മുന്നോടിയായി ഒരു കാര്യം കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഏവരും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം അല്ലെങ്കിൽ നിങ്ങൾ ഈ സമയം പ്രാർത്ഥിച്ചിരിക്കുന്നതായ ശക്തിയുടെ നാമം അത് കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കാവുന്നതാണ്. ഏവരും ഒരു നിമിഷം ആ ദേവതയ്ക്ക് മുൻപിൽ സമർപ്പിച്ചിരിക്കുന്നതായ പ്രാർത്ഥനയാണ് എങ്കിലും നിങ്ങൾക്കത് രേഖപ്പെടുത്താവുന്നതാണ്. ഈ പോസിറ്റീവായ ഊർജം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയം ആ കാര്യങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുന്നത് കൂടുതൽ ഗുണകരമായി തീരും. പലർക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്ന് കമന്റായി കണ്ടു. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ തൊട്ടടുത്ത് തന്നെയുള്ള ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. അത് പ്രസ് ചെയ്തതിന് ശേഷം അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ ഞാൻ ചെയ്യുന്നതായ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട, അതായത് നിങ്ങൾ
തിരഞ്ഞെടുത്ത ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ ചിത്രമായ കുവളയിലെ തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇപ്രകാരമാണ്. മനസ്സിൽ നന്മ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളായതിനാൽ തന്നെ, അല്ലെങ്കിൽ മനസ്സിന്റെ ശുദ്ധിയുള്ള വ്യക്തികളായതിനാൽ തന്നെയാണ് ഈ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിച്ചത് എന്ന് പറയാം. അഥവാ നിങ്ങളെ പ്രേരിപ്പിച്ച് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി, അല്ലെങ്കിൽ അനുഗ്രഹമായി ചൊരിഞ്ഞിരിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹത്താൽ കൂടിയാണ്. തീർച്ചയായും ഈ സമയം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വളരെയധികം സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തികൾ തന്നെയായി നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. നിഷ്കളങ്കത എടുത്ത് പറയേണ്ടതായ ഒരു പ്രത്യേകത തന്നെയാണ്. മറ്റുള്ളവർക്ക് നിങ്ങൾ മൂലം വിഷമതകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവർ കൂടിയാണ്. തങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പലപ്പോഴും നടക്കാറില്ല എന്നതും വാസ്തവം തന്നെയാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളിലും സങ്കടങ്ങളുണ്ട്. അത് വേണ്ടപ്പെട്ട ചില വ്യക്തികൾ നിങ്ങളെ വേദനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പോലുമാകാം. പല കാര്യങ്ങളിലും നിങ്ങളെ ദുരുപയോഗം ചെയ്തു എന്നത് നിങ്ങൾക്ക് വിഷമത്തിന് ഒരു കാരണമായി തീർന്നിരിക്കുന്ന കാര്യമാണ്. പലപ്പോഴും നിങ്ങൾക്ക് മൗനമാണ് ഉത്തരം, അല്ലെങ്കിൽ മൗനമാകുന്നത് നിങ്ങളുടെ ഒരു ദൗർബല്യമായി മാറുന്നു എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി ഇതെല്ലാം വീക്ഷിക്കുന്ന സാഹചര്യമുണ്ട്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം തിരിച്ചടികൾ സംഭവിച്ചിട്ടുണ്ടോ അതിനെല്ലാം കൃത്യമായ മറുപടി മറ്റുള്ളവർക്ക് ലഭിക്കുന്നതായ സാഹചര്യം വന്നു ചേരാം. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ മുടക്കാറില്ല എന്നത് വാസ്തവമാണ്. കാരണം നിങ്ങളുടെ മനസ്സിൽ അത്തരത്തിൽ പലവിധ പ്രാർത്ഥനകളുമുണ്ട് എന്ന് കാണുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം കടന്നു വരണം, നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ പങ്കാളി, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, ഇവരിൽ ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും പ്രാർത്ഥിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നും ആ ശക്തി തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരികയോ വർദ്ധിച്ചിരിക്കുകയോ ചെയ്യുന്ന സമയം കൂടിയാണ്. തീർച്ചയായും നിങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. പ്രത്യേകിച്ചും പരമശിവന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്ന സമയമാണ്. ഭഗവാൻ തന്നെ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്കായി ചില അവസരങ്ങൾ ഭഗവാൻ തുറന്നു നൽകുന്ന സാഹചര്യം പോലുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ അനുകൂല കാര്യമായി മാറാം. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പലവിധ പ്രതിസന്ധികൾക്കും ഒരു പരിഹാരം, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ തന്നെ ഇല്ലാതായി പോകുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾക്ക് മുൻപിൽ കൊട്ടിയടയ്ക്കപ്പെട്ടതായ വാതിൽ പിന്നീട് തുറക്കപ്പെട്ടിട്ടില്ല എന്നതും വാസ്തവം തന്നെയാണ്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, വാതിലുകൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് ലഭിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായും ചില അനുകൂല സാഹചര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്നത് വാസ്തവമാണ്. പല അബദ്ധങ്ങളാലോ പല കാര്യങ്ങളാലോ നിങ്ങൾക്ക് നഷ്ടങ്ങൾ അല്ലെങ്കിൽ ബാധ്യതകളുണ്ട് എങ്കിൽ അത് മാറുവാനുള്ള ചില സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് വരുമാന വർധനവ് പോലുള്ള കാര്യങ്ങൾ ലഭിക്കാം. പുതിയ ജോലി പോലുള്ള കാര്യങ്ങൾ ലഭിക്കാം. ബിസിനസ് പരമായും ചില അനുകൂല കാര്യങ്ങൾ, ധനലാഭം പോലുള്ള കാര്യങ്ങൾ സിദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സമയം പലരും നിങ്ങളെ മനസ്സിലാക്കുന്നു എങ്കിൽ പോലും നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ചില വ്യക്തികൾ ഈ സമയം കടന്നു വരാം എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷം ലഭിക്കാവുന്ന
പല കാര്യങ്ങളും സംഭവിക്കാൻ പോവുകയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ബന്ധങ്ങൾ കൂടുതൽ ഗുണകരമായി ഭവിക്കുകയോ തർക്കങ്ങളാൽ അകന്നു നിൽക്കുന്നതായ വ്യക്തികളെ അടുപ്പിക്കുവാനോ സാധിച്ചു എന്ന് വരാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം അല്പം കുറയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾ വളരെയധികം വേദന അനുഭവിച്ചിട്ടുള്ളവരാണ് എന്ന് പറയാം. എന്നാൽ അത്തരം പ്രശ്നങ്ങളുടെ വിഷമതകളുടെ അവസാന ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്ന് കാണുന്നു. പരീക്ഷണങ്ങൾ പലതും അനുഭവിച്ച് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഈ സമയം നിങ്ങളെ കൂടുതൽ ശക്തരാക്കുവാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് അനിവാര്യം തന്നെയാണ്. അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഈ സമയം അല്ലെങ്കിൽ അടുത്ത ഒരു 4 മാസത്തിനുള്ളിൽ തന്നെ ജീവിതത്തിൽ പല വിധത്തിലും മാറ്റങ്ങൾ അനുഭവവേദ്യമാകുന്ന സാഹചര്യമുണ്ട്. ശുഭവാർത്തകളായും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു പോരുന്ന പ്രയാസങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി മാറുകയും ചെയ്യാം. ഈ സമയം വലിയ ഭാഗ്യം ഏതെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ഈ സമയം നിങ്ങൾക്ക് ഭഗവാൻ പറയുന്നതായ കാര്യം നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന സന്ദേശം തന്നെയാണ് ഭഗവാൻ നൽകുന്നത്. ഓരോ ദിവസവും നിങ്ങൾക്ക് വ്യത്യസ്തമായ സൂചനകൾ ലഭിക്കാം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട്. ഈ സമയം ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ് ഉള്ളത്. അത് ശരിയായ ദിശയിലേക്ക് നിങ്ങളെ നയിക്കുവാൻ, പ്രാപ്തമാക്കുവാൻ സഹായകരമാണ്. തീർച്ചയായും ഈ സമയം ഭഗവാനോട് നിങ്ങൾ നന്ദി പറയേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. തീർച്ചയായും ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയോട് തീർച്ചയായും നിത്യവും പ്രാർത്ഥിക്കേണ്ടതും വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഇനി അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് കൃത്യമായ ധാരണ നിങ്ങളിലേക്ക് വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ചെറുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. വലിയൊരു മാറ്റത്തിന്റെ തുടക്കം തന്നെ കടന്നു വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒഴുക്കിയിട്ടുള്ളതായ കണ്ണുനീരിന് ഒരു ഫലം ലഭിക്കുന്നു. അത് ആനന്ദ കണ്ണീരായി മാറുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാനോടുള്ള പ്രാർത്ഥനകൾ ഫലിക്കുന്നതായ സാഹചര്യമായിരിക്കും വന്നു ചേരുക. അപ്പോൾ തീർച്ചയായും ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകണം. എന്നാൽ ഈ സമയം നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന അനുഗ്രഹങ്ങൾ അത് ഘട്ടം ഘട്ടമായി തന്നെയാണ് കടന്നു വരിക എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ചിത്രമായ തുളസിയിലയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നതാണ് വാസ്തവം. നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി വളരെയധികം ചിരിക്കുന്നതായ അല്ലെങ്കിൽ സന്തോഷത്താൽ ഇടപെടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അകത്ത് ആർക്കും അറിയാത്ത പല പ്രശ്നങ്ങളും ഉള്ളിൽ ഒതുക്കുന്ന വ്യക്തികളാണ് എന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഈ ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാൻ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹമാണ്. ദൈവാംശമായ ആത്മാവിന്റെ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം ഭഗവാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ കാര്യങ്ങളിലൂടെ, ഈ അധ്യായത്തിലൂടെ പരാമർശിക്കുന്നത്. പല കാര്യങ്ങളിലും നിരാശപ്പെട്ടിരിക്കുന്ന, വിഷമകരമായ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുവാൻ സാധിക്കുക. വഞ്ചന പല കാര്യങ്ങളിലും നേരിട്ടിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. കൂടാതെ നിങ്ങൾ തീർച്ചയായും ദിശയില്ലാത്തതായ അവസ്ഥയിലൂടെ, അതായത് എപ്രകാരം മുന്നോട്ട് പോകണം എന്നറിയാത്തതായ ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു.
നിങ്ങൾ വളരെയധികം നിരാശരായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത് സംഭവിക്കുന്നു എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പരീക്ഷണങ്ങൾ പലപ്പോഴും നിങ്ങളെ പല രീതിയിലും ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങളെ ശക്തനാക്കുവാൻ തന്നെയാണ് പലപ്പോഴും പരീക്ഷണങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ പലപ്പോഴും ഒറ്റയ്ക്കാണ് എന്ന ധാരണയിൽ കരഞ്ഞിരിക്കുന്ന കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. മനസ്സ് അത്രമേൽ ആടിയുലഞ്ഞിട്ടുള്ളതായ സാഹചര്യമുണ്ട്. ഒരു കാര്യവും നിങ്ങൾക്ക് ചിന്തിക്കാനോ വ്യക്തമായി ചിന്തിക്കുവാനോ അല്ലെങ്കിൽ പല കാര്യങ്ങളും മനസ്സിൽ തന്നെ വയ്ക്കേണ്ടതായ സാഹചര്യം, ആരും തുറന്നു പറയാനില്ലാത്തതായ സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ മനസ്സിൽ പല കാര്യങ്ങളും നിങ്ങൾ ഒളിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് തീർച്ചയായും മറ്റുള്ളവരെക്കാൾ ശക്തരായി മുന്നോട്ട് പോകുവാൻ സാധിക്കും. അത്തരത്തിൽ തോന്നിക്കഴിയുകയാണ് എങ്കിൽ, അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതുമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളെ കണ്ടിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അതിനാൽ നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും, നിങ്ങളെ കണ്ണുകളിൽ നിന്നും ഒഴുകിയതായ ആ കണ്ണുനീരും വിഷമകരമായ സാഹചര്യങ്ങളും ഭഗവാൻ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം കാണാം. സത്യമായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂല കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ നിങ്ങളെ വേണ്ടപ്പെട്ടവരോ പങ്കാളിയോ മാതാപിതാക്കളോ അത്തരത്തിൽ സുഹൃത്തുക്കൾ പോലുമാകാം, നിങ്ങളുടെ ജീവിതത്തിലെ ആ വിഷമതകൾ അറിഞ്ഞ് അത്രമേൽ വിഷമിക്കുന്ന ഒരു വ്യക്തിയുമാകാം. അതിനാൽ ഈ പ്രയാസങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നും നിങ്ങൾക്ക് അനുകൂല കാര്യങ്ങൾ സംഭവിക്കണം എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെങ്കിലും ഉണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രാർത്ഥനയുടെ ഫലം കടന്നു വരുന്ന ഒരു സമയം തന്നെയാണ് ഉള്ളത്. തീർച്ചയായും ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു സംരക്ഷണ കവചം തന്നെയാണ് നിങ്ങൾക്കുള്ളത്. ഈ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് പ്രവർത്തിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ വേദനകൾ വിഷമതകൾ നീക്കുവാൻ തയ്യാറാകുന്ന ചില കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരാം. നെഗറ്റീവായ ഊർജങ്ങളും പതുക്കെ അകന്നു പോകുന്നതായ സാഹചര്യമുണ്ട്. തടസ്സങ്ങൾ പലതും ജീവിതത്തിലുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത് ഒഴിയുന്നതായ സാഹചര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന ആഗ്രഹമുണ്ട്. അത്തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില തുടക്കമാണ് എങ്കിലും കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം നിങ്ങൾക്ക് പുതിയ ബന്ധങ്ങൾ, പുതിയ സ്ഥലങ്ങൾ, അത്തരത്തിൽ പുതിയ ചില ആരംഭങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ ജീവിതം എല്ലായ്പ്പോഴും ഒരേപോലെ വിഷമതകൾ നിറഞ്ഞ് മുന്നോട്ട് പോകുന്നതല്ല. കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ തീർച്ചയായും ധനപരമായ പ്രയാസങ്ങളും നിങ്ങൾ നേരിടുന്ന സാഹചര്യമുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ചില മാർഗങ്ങൾ തുറന്ന് ലഭിക്കാവുന്നതായ സാഹചര്യമുണ്ട്. പ്രതീക്ഷിക്കാതെ തന്നെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളെ തേടിയെത്താം. നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലും മാറ്റങ്ങൾ കടന്നു വരുന്ന സാഹചര്യമുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പുനഃസ്ഥാപിക്കുവാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് അനുകൂലമാകുന്നതായ ഒരു ബന്ധം കടന്നു വരിക, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂല കാര്യങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. തീർച്ചയായും ഈ സമയം ഇത്തരം കാര്യങ്ങളിൽ കൂടി നിങ്ങൾ ശ്രദ്ധ പുലർത്തണം.
ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അത് നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകേണ്ടത് അനിവാര്യമാണ്. ഈ സമയം നിങ്ങൾക്ക് സഹനശക്തി അനിവാര്യമാണ് എന്ന് കാണുന്നു. നിങ്ങളിലുള്ള വിശ്വാസം അത് തീർച്ചയായും നിങ്ങൾ വിനിയോഗിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ പല രീതിയിലും പരീക്ഷിക്കപ്പെടുകയായിരുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ആ പരീക്ഷണം അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. പ്രധാനമായും 4 മുതൽ 4.5 മാസത്തിനുള്ളിൽ കാര്യങ്ങൾ കൂടുതൽ മാറ്റങ്ങളായി അനുകൂലമായി ഭവിക്കാം. ഈ സമയം ചില സന്തോഷകരമായ കാര്യങ്ങൾ, മനസ്സിന് സന്തോഷം നൽകുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും ഇതൊരു പരിഹാരമായി തന്നെ നിങ്ങൾ കണക്കാക്കേണ്ടതാണ്. കാരണം അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ കടന്നു വരികയും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുമുണ്ട്. ഈ സമയം മാനസിക ഉല്ലാസം അല്ലെങ്കിൽ മാനസികമായ സമാധാനം അനുഭവിക്കുവാൻ യോഗം ഉണ്ടാകുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ നേരിടുന്നത് ഇരുട്ട് നിറഞ്ഞ ഒരു ചില കാര്യങ്ങൾ തന്നെയാണ്. അത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വഴികളിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കാം. ഈ സമയം നിങ്ങളുടെ വേദനകൾ ഭഗവാൻ കണ്ടിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുനീരുമായി ബന്ധപ്പെട്ട് ഭഗവാൻ ആ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അതിനാൽ ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിക്കുവാൻ ഈ സമയം പാടുള്ളതല്ല. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നു. ഭഗവാനെ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ സമയം ഭഗവാനോട് നിങ്ങളുടെ വിഷമങ്ങൾ പറയാം. വിശ്വാസം ഒരിക്കലും കൈവിടാൻ പാടുള്ളതല്ല. ജീവിതത്തിൽ ചില അനുകൂല കാര്യങ്ങൾ അത് കടന്ന് വരികയാണ് എന്ന് തന്നെ പരാമർശിക്കാം. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക.